സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വന്നാലും തൻ്റെ മകൻ തന്നെ വെറുത്താലും തള്ളിപ്പറഞ്ഞാലും തനിക്ക് ഒന്നുമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സുജാത. താൻ മാനസിക്ക് നൽകിയ സ്നേഹവും വിശ്വാസവും തനിക്ക് അവൾ തന്നിട്ടുണ്ടെന്ന് തന്നെ അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. പക്ഷേ മാനസ തനിക്കും കുടുംബത്തിനും തൻ്റെ കമ്പനിക്കും എതിരായി തൻ്റെ ആജന്മ ശത്രുവായ സുമിത്രയും ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കുകയാണ് എന്ന വിവരമൊന്നും പാവം സുജാതയ്ക്കും ആൻറ്റിയമ്മയ്ക്കും അറിയില്ല. തൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും എതിരെ തന്നെ അവൾ നീണ്ടുകയാണെന്ന ബോധമൊന്നും കൺമണിയോടുള്ള വെറുപ്പ് തലക്കി പിടിച്ചിരിക്കുന്ന സുജാത കാണുന്നില്ല. തൻ്റെ കുടുംബത്തിന് പൂർണ്ണമായിട്ട് രക്ഷ കിട്ടണമെങ്കിൽ കൺമണി ആ കുടുംബത്തിലേക്ക് വലതുകാല് വെച്ച് കയറണം എന്നുള്ള ചിന്തയൊന്നും സുജാതയ്ക്കും ആൻറ്റിയമ്മയ്ക്കും ഇല്ല. എങ്ങനെയും കൺമണിയെ തൻ്റെ മകനും ഭർത്താവും വെറുക്കണം, അകറ്റി നിർത്തണം എന്നുള്ള ചിന്തയാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. അത് നടന്നു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം ശാന്തിയും സമാധാനവും നിറഞ്ഞതാകും. പഴയ പോലെ അതേ ശരിയാകൂ, അതേ നടക്കാവൂ. മാനസ എന്ത് നല്ല കുട്ടിയാണവൾ. എൻ്റെ മകന് തീർത്തും യോജിച്ച കുട്ടി. നല്ല നന്മയും സ്നേഹവും, തൻ്റെ മകനെയും ജീവനെ പോലെ സ്നേഹിക്കുന്നവൾ എന്നൊക്കെയാണ് സുജാതയുടെ വിശ്വാസം. കൺമണിയുടെ ദൈവാനുഗ്രഹവും നിഷ്കളങ്കതയൊന്നും അവർ കാണുന്നതേയില്ല. ആൻറ്റിയമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. സ്വന്തം മകനെയെങ്കിലും സുജാതയെങ്കിലും മനസ്സിലാക്കേണ്ടതായിരുന്നു. മാനസയ്ക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ വരെ ശത്രുവായി കാണണമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് സുജാത മാറിയിരിക്കുകയാണ്. മാനസയുടെ ഉള്ളിലിരിപ്പൊന്നും പക്ഷെ അവർക്കറിയില്ലല്ലോ. തൻ്റെ സ്വന്തം മകനായ ബലരാമൻ്റെ കയ്യിൽ നിന്നും അവൾക്ക് കണക്കിന് കിട്ടിയെന്നുള്ള സംഭവം സുജാത അറിയുന്നില്ല. ഇനി ബലരാമൻ അതിനെക്കുറിച്ച് അറിഞ്ഞാലും പറഞ്ഞാലും അതും കൺമണിയുമായിട്ട് ചേർന്ന് വെറുതെ കെട്ടിച്ചമയ്ക്കുന്നതാണെന്ന് സുജാത വിശ്വസിക്കൂ. പക്ഷേ കൃഷി തൻ്റെ ഭാര്യയായ കൺമണി പറയുന്നതൊന്നും കേട്ടു നിൽക്കുന്ന ആളൊന്നുമല്ല. അയാൾ അതിശക്തമായി തന്നെ കൺമണിക്ക് വേണ്ടി സുജാതയോട് വാദിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയാണ് എൻ്റെ ഭാര്യ എന്നുള്ളതിൽ നിന്ന് മരിച്ചാലും മാറില്ല എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് കേട്ടോ. അയാൾക്കങ്ങനെ കൺമണിയെ വിട്ടുകളയാനും പറ്റില്ലല്ലോ. തൻ്റെ ജീവൻ്റെ പാതി തന്നെ കൺമണിയാണല്ലോ എന്നുള്ള വിചാരം തന്നെയാണ് കൃഷ്ണനുള്ളത്. അമ്മയല്ല, സാക്ഷാൽ ദൈവം വിചാരിച്ചാൽ പോലും അത് മാറ്റാൻ തനിക്ക് കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൃഷ്ണനുണ്ട്. ആ സമയം എന്നെ തോൽപ്പിച്ച് ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞ സുജാതയും തിരിച്ചടിക്കുന്നുണ്ട്. ആൻറ്റിയമ്മയുടെ കാര്യം സുജ എടുത്തിട്ടപ്പോൾ സുജ ആൻറ്റിയമ്മ വന്നാൽ ആൻറ്റിയമ്മയ്ക്ക് കൊള്ളാമെന്ന് പറയുന്നുണ്ട് സാഗർ. പിന്നീടെന്തോ മാനസ് ചെയ്യുന്ന പ്രവൃത്തികൾ അറിഞ്ഞിട്ട് അതൊട്ടും പിടിക്കാത്തതുകൊണ്ട് അവളുടെ കരണത്തിലിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ജയമോഹൻ. അതെന്തായാലും നന്നാവുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ തല്ലി വളർത്താത്ത ഒരു സ്വഭാവം തന്നെയാണല്ലോ മാനസയുടേത്. അതിന് മുൻപ് തന്നെ അയാൾ അത് ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ മാനസം മുൻപേ നന്നായേനെ. പിന്നീട് വരുൺ അടുത്ത ഇറക്കം നേടാനുള്ളതല്ലേ, നശിപ്പിക്കാനുള്ളതെന്നൊക്കെ ആരോട് പറയുന്നുണ്ട്. ആ നാശം തനിക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം അയാൾക്കറിയില്ല. ശ്രീനി കൺമണിയുടെ മുറിയിൽ വന്ന് അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് സാഗർ ബലരാമനെ വിളിച്ച് കൃഷ്ണൻ കൺമണിയുമായിട്ടുള്ള വിവാഹത്തിന് അമ്മ എതിരാണെന്നും മറ്റും പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ അമ്മയോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ബലരാമൻ. ഒരു അപകടകാരി സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ സാഗർ ആരെയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്